കേൾക്കട്ടെ താങ്കളുടെ വീരകഥകൾ. ഉണ്ണികളെ ഒരു കഥ പറയാം. അക്കരെ 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 നിന്ന് നാടോടി കാറ്റേറ്റ് പട്ടണപ്രവേശവും കഴിഞ്ഞ് ഗാന്ധിനഗർ 2nd സ്ട്രീറ്റിലെത്തി. നാട്ടുരാജാവിനോട് ചതുരംഗം കളിച്ച് ഇന്ദ്രജാലം നടത്തി 3-ാം മുറയിലൂടെ കിരീടവും ചെങ്കോലും ചെപ്പും സ്ഫടികവും കളിപ്പാട്ടവും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളും വിയറ്റ്നാം കോളനിയിലെ പ്രജകൾക്ക് വേണ്ടി കൊണ്ടുവന്ന അധിപനാണ് ഈ 6-ാം തമ്പുരാൻ. ഉണരൂ. ഈ തണുത്ത വെളുപ്പാൻകാലത്ത് ചട്ടമ്പി നാട്ടിൽ നിന്നും പരുന്തായി മേഘത്തിലൂടെ യാത്ര ചെയ്ത് ഒരു മായാവിയായി രാക്ഷസ രാജാവിന്റെ സൈന്യത്തെ തോൽപ്പിച്ച് കൗരവരിൽ നിന്നും പളുങ്കും നാണയവും ആവനാടിയിലാക്കി കുട്ടിസ്രാങ്കിന്റെ തച്ചിലേടത്ത ചുണ്ടന്റെ അമരത്തിലേറി അടിയൊഴുക്കുകൾ വകവയ്ക്കാതെ ദുബായ് വഴി നമ്പർ 1 ബാംഗ്ലൂർ നോർത്തിലെ മഹാനഗരത്തിലെത്തി പല്ലാവൂർ ദേവനാരായണന് പാതയം കാഴ്ചവെച്ചത് ഒരാൾ മാത്രം, ഈ പ്രജാപതി. രക്തസാക്ഷികൾ സിന്ദാബാദ്. ഉത്സവ പിറ്റെന്ന് ബോയിങ്ങിലേറി നാടോടിയായി വെള്ളാനകളുടെ നാട്ടിലെത്തി. മിസ്റ്റർ ബ്രഹ്മചാരിയായ ഉടയോന്റെ മുഖത്തു നോക്കി കോളേജ് കുമാരെന്ന് വിളിച്ചപ്പോ അഗ്നിദേവനെ പോലെ ആ രാവണപ്രഭു താണ്ഡവമാടിയതും നരസിംഹത്തെ പോലെ ഒളിമ്പിൻ അന്തോണി ആദത്തിന്റെ ഭ്രമരം മൂത്ത് ഹിസൈനസ് അബ്ദുള്ള എന്ന ഞാൻ ആട്ടക്കലാശം നടത്തി. ഒന്നാമനായി ഉന്നതങ്ങളിലെത്തിയ ഈ ഉദയനാണ് താരം. വാത്സല്യത്തോടെ ഒരു വിസതര ഹിമവാഹിനിയിൽ കയറി ഒരേ കടലിൽ കൂടി ന്യൂഡൽഹിക്ക് പൊയ്ക്കോണം. ഇനിയെങ്കിലും രംഗം വഷളാക്കണ്ട. 7 മുതൽ 9 വരെ എണ്ണം, അല്ലെങ്കിൽ 1 മുതൽ 0 വരെ. നേരം പുലരുമ്പോൾ നമ്പർ 20 മദ്രാസ് മെയിലിൽ കയറി അങ്ങാടിക്കപ്പുറത്ത് കൂടും തേടി പൊയ്ക്കോണം. അഭയം തേടി ഈ ലക്ഷ്മണരേഖ ഇനി കടന്നാൽ ഓമനിക്കാനും ഓർമ്മിക്കാനും ജീവന്റെ ജീവൻ ഇനി കാണില്ല. ഒരു മറവത്തൂർ കനവ് അല്ല, 10-ാം ഉദയം. ഉയരും ഞാൻ നാടാകെ. 1000 നാവുള്ള ഈ അനന്തൻ നിന്നോട് അംഗം കുറിക്കുന്നു. വാളെടുക്കിൻ. നിന്നിഷ്ടം എന്നിഷ്ടം. ഞാനുണ്ട്. നിർത്താൻ നിങ്ങളുടെ മാമാങ്കം. ആരാ? മനസ്സിലായില്ല. ഞാൻ മനുഷ്യമൃഗം. എവിടുന്ന് വരുന്നു ഈ മൃഗം? ലവ് ഇൻ സിംഗപ്പൂരിൽ നിന്നും നായാട്ട് കഴിഞ്ഞ് കരിമ്പനിയിലുള്ള ലിസയ്ക്ക് മീനുമായി വരുന്നു. ചുമ്മാതല്ല,